ഇപ്പോൾ ഇവിടെ രാവിലെ നടക്കുന്ന പ്രദേശ സമ്മേളനത്തിന് ഒഴുകിയെത്തി. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ഒരു സംഗമമുണ്ട് അപ്പുറത്ത്. അവിടെ ഇപ്പോൾ ആ ഗ്രൗണ്ട് ഏതാണ്ട് പകുതിയിലധികം ആ ഗ്രൗണ്ടിൻ്റെ പകുതിയിലധികം സ്ഥലത്ത് ആളുകൾ വന്നെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പം തന്നെ. അതുകൊണ്ട് ഇവിടെ വിശ്വാസികളും ഭക്തന്മാരും ആരോടൊപ്പമാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതാണ് ഇന്ന് പന്തളത്ത് നടന്നിട്ടുള്ള ഈ ശബരിമല സംരക്ഷണ സംഗമം. ഇതിൽ ജനപങ്കാളിത്തം അതാണ് ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇവിടെ പമ്പയിൽ നടന്നിട്ടുള്ള ഈ സംഗമം സർക്കാരും ദേവസ്വം ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച സംഗമം ദയനീയമായ പരാജയമായിരുന്നു. അതിൽ ഭക്തജനങ്ങൾ അതുപോലെ വിശ്വാസികൾ ആരോടൊപ്പമാണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. മാത്രമല്ല, ഇവിടെ വിശ്വാസികളുണ്ട്, ഇവിടെ ഭക്തജനങ്ങളുണ്ട്, ഗുരുസ്വാമിമാരുണ്ട്, ആധ്യാത്മിക ആചാര്യന്മാരുണ്ട്, അവിടുത്തെ ശബരിമല ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ സമുദായങ്ങളിലെ പ്രതിനിധികൾ വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഭക്തജനങ്ങൾ നെഞ്ചേറ്റി അവർ ഏറ്റെടുത്തിരിക്കുന്നു ഈ പന്തളത്ത് നടക്കുന്ന ഈ ശബരിമല സംരക്ഷണ സംഘം എന്ന്. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇവിടെ എവിടെയെങ്കിലും പോലീസുണ്ടോ? ഇവിടെ യൂണിഫോം ഇട്ട പോലീസുമില്ല, യൂണിഫോം ഇടാത്ത പോലീസുമില്ല. അവിടെ യൂണിഫോം ഇടാത്ത പോലീസുകാരെ കൊണ്ടും COTക്കാരെ കൊണ്ടും DYFIക്കാരെ കൊണ്ടുമാണ് ഇവിടെ പമ്പയിൽ അവിടെ കസേല നിറച്ചത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. പോലീസുകാർ 2-3 പോലീസുകാർ അപ്പുറത്ത് റോഡിൽ നിൽക്കുക. ഇവിടെ ആരും വന്നിട്ടില്ല. അത് ഒരു കാര്യം. ഒന്ന്, പന്തളത്ത് നടക്കുന്ന ഈ ശബരിമല സംരക്ഷണ സംഗമം വിശ്വാസികളും ഭക്തരും ഏറ്റെടുത്ത് സമ്പൂർണ്ണമായ വിജയമായി. പക്ഷേ ഗവൺമെൻറ് പമ്പയിൽ നടത്തിയ സംഗമം സമ്പൂർണ്ണമായ പരാജയമായി. ഇതിൽ മറ്റൊരു കാര്യം, യഥാർത്ഥ അയ്യപ്പ ഭക്തരൊക്കെ കാണുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വേദിയിൽ വന്ന ഗീതാശ്ലോകം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസം സംരക്ഷിക്കണമെന്നുള്ള രീതിയിലൊക്കെയുള്ള ആ ഒരു പ്രസംഗം അത് കേട്ടപ്പോൾ തന്നെ അത് കഴിഞ്ഞ ശേഷം വെള്ളാപ്പള്ളി അടക്കം പറയുന്നുണ്ട് അദ്ദേഹം ഭക്തനാണെന്നൊക്കെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അങ്ങനെ എന്താണ്? അല്ല, എനിക്ക് തോന്നി ഇപ്പം ശ്രീ വെള്ളാപ്പള്ളി നടേശൻജി വളരെ ഭാവാത്മകമായിട്ടാണ് പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം പിണറായി വിജയൻ ഒരു ഭക്തനായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയും കൂടി ഒരുപക്ഷെ ആ അഭിപ്രായ പ്രകടനത്തിൽ ഉണ്ടാവാം. ഞങ്ങളും പ്രാർത്ഥിക്കുക അങ്ങനെയാണ്, പിണറായി വിജയൻ ഭക്തനായി മാറട്ടെ എന്നാണ്. പക്ഷെ ഒരു ഭക്തനായി മാറിയാൽ അയാൾ ഒരു കപട കമ്മ്യൂണിസ്റ്റായി മാറും എന്ന കാര്യം സംശയമില്ല. ഇത് രണ്ടും ഒരുമിച്ച് പോകില്ല. യഥാർത്ഥ ഭക്തനായി മാറിയാൽ അദ്ദേഹം ഒരു കപട കമ്മ്യൂണിസ്റ്റായിട്ട് മാറും എന്ന കാര്യം സംശയമില്ല. അത് അദ്ദേഹം നിശ്ചയിക്കട്ടെ, ഭക്തനാണോ വിശ്വാസിയാണോ എന്ന് അത് പരസ്യമായി പ്രഖ്യാപിക്കട്ടെ. പക്ഷേ വിശ്വാസികൾ ഭക്തജനങ്ങൾ പിണറായി വിജയൻ ഒരിക്കലും മറക്കില്ല. ആചാര സംരക്ഷണത്തിന് വേണ്ടി അതിനുവേണ്ടി നാമം ജപിച്ചവരെ, ഭജന പാടിയവരെ എത്ര ക്രൂരമായിട്ടാണ് പിണറായി വിജയൻ പീഡിപ്പിച്ചത്, പോലീസിനെ കൊണ്ട് തല്ലിച്ചതച്ചത്. മാത്രമല്ല, യുവതികളെ കേരളത്തെ തെരഞ്ഞു പിടിച്ചിട്ട് ചില നവോത്ഥാന നായികമാരെ കൊണ്ടുവന്ന് അവരെ ശബരിമലയിലേക്ക് കയറ്റിക്കൊണ്ടുപോയി അവിടെ ആചാര ലംഘനം നടത്താൻ കാണിച്ച ക്രൂരതയുണ്ടല്ലോ, അതൊന്നും ഒരിക്കലും ഭക്തജനങ്ങളുടെ മനസ്സിൽ നിന്ന് മറയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ആ ക്രൂരതയൊക്കെ ഇപ്പോഴും വിശ്വാസികളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ശ്ലോകങ്ങളെ ചൊല്ലിയതുകൊണ്ട് മാത്രം ഇതിൽ പശ്ചാത്താപം ആകും എന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്തതെല്ലാം തന്നെ ഈ അയ്യപ്പൻ്റെ മുന്നിൽ പോയിട്ട് സർവാപരാധം പൊറുക്കണമെന്ന് ഭഗവാൻ അയ്യപ്പനോട് പറഞ്ഞാൽ മതി, ഭക്തജനങ്ങളോട് പറയണ്ട. അതിന് പിണറായി വിജയൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ജനങ്ങൾക്ക് അറിയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ വായിച്ച് വളർന്ന ആൾക്ക് ഇപ്പോൾ ഗീത വരുന്നു, അതൊക്കെ കാണാതെ പഠിക്കേണ്ടി വരുന്നു എന്നാണ്. അത് ഇനിയിപ്പോൾ ആ രീതിയിലാണ് പോകുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനി ഇതുവരെ ശബരിമലയിൽ പോയി ദർശനം നടത്തി ഭഗവാൻ അയ്യപ്പന് മുമ്പിൽ കൈകൂപ്പിയ ഒരു ചരിത്രം അല്ലെങ്കിൽ പാരമ്പര്യം പിണറായി വിജയനുമില്ല, ദേവസ്വം മന്ത്രി വാസവനുമില്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കുമില്ല. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഈ രാഷ്ട്രീയ നാടകമാണ് ഭക്തജനങ്ങൾ പരാജയപ്പെടുത്തിയത് എന്നുള്ള വ്യക്തം.